ഇലിമിനേഷൻസ് ചാപ്റ്റർ 4. ആർ ദ റിച്ച് ഹാപ്പി? സമ്പന്നർ സന്തുഷ്ടരാണോ? ഇത് സ്റ്റീഫൻ ലീകോക്കിന്റെ ഒരു ഉപന്യാസമാണ്. സ്റ്റീഫൻ ലീകോക്ക് കാനഡക്കാരനായ എഴുത്തുകാരനാണ്. 1869 ജനിക്കുകയും 1944 മരിക്കുകയും ചെയ്തു. എന്തായാലും നമ്മുടെ ലീകോക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സ്റ്റീഫൻ ലീകോക്ക്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് PH ബട്ട്ലർ ലീകോക്ക് എന്നാണ്. സ്റ്റീഫൻ ലീകോക്ക് ആസ് ഹി വാസ് പോപ്പുലർലി നോൺ ആസ് എ കനേഡിയൻ ടീച്ചർ. സ്റ്റീഫൻ ലീകോക്ക് എന്ന പേരിലാണ് അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹം കാനഡക്കാരനായ ഒരു അധ്യാപകനാണ്, പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്, റൈറ്റർ ആണ്, ഹ്യൂമറിസ്റ്റ് ആണ്. അതായത് രാഷ്ട്രീയ വിചക്ഷണനാണ്, എഴുത്തുകാരനാണ്, ഫലിത രസപ്രധാനമായ കൃതികൾ എഴുതുന്ന വ്യക്തിയാണ്. He is best known for his light humor and his criticism of people's follies. അദ്ദേഹത്തിന്റെ മൃദുവായ ഹാസ്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ മണ്ടത്തരങ്ങൾ, ആളുകളുടെ മണ്ടത്തരങ്ങളെ കുറിച്ച് ഉള്ള ചെറു വിമർശനങ്ങളും ഒക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നതിൽ നിപുണനാണ്. ഈ രീതിയിൽ അദ്ദേഹം പ്രശസ്തനാണ്. ഹിസ് സ്റ്റോറീസ് യൂഷ്വലി റിവോൾവ് അറൗണ്ട് ഹിം. അദ്ദേഹത്തിന്റെ കഥകൾ സാധാരണഗതിയിൽ അദ്ദേഹത്തെ തന്നെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ആൻഡ് ഹിസ് ലൈഫ് എക്സ്പീരിയൻസസ്, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഹിസ് സ്റ്റോറീസ് യൂഷ്വലി റിവോൾവ് അറൗണ്ട് ഹിം ആൻഡ് ഹിസ് ലൈഫ് എക്സ്പീരിയൻസസ്. ലിറ്റററി ലാപ്സസ് എന്ന ഒരു കൃതിയുണ്ട് സ്റ്റീഫൻ ലീകോക്കിന്റെ. ലിറ്റററി ലാപ്സസ് വാസ് ഹിസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് കോമിക് റൈറ്റിംഗ്സ്. അദ്ദേഹത്തിന്റെ ഫലിതരസപ്രധാനമായ എഴുത്തുകളുടെ ആദ്യത്തേതാണ് അത്. ഇറ്റ് വാസ് ആൻ ഇൻസ്റ്റന്റ് സക്സസ് ആൻഡ് റിസീവ്ഡ് ക്രിട്ടിക്കൽ അക്ലെയിം. ഈ ലിറ്റററി ലാപ്സസ് എന്ന കൃതി ഒരു പെട്ടെന്നുള്ള വിജയമായിരുന്നു, ഒരു ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു എന്നൊക്കെ പറയാവുന്ന ഒരു പുസ്തകമാണ്. മറ്റു കൃതികളാണ് നോൺസെൻസ് നോവൽസ്, സൺഷൈൻ സ്കെച്ചസ് ഓഫ് എ ലിറ്റിൽ ടൗൺ, ഹ്യൂമർ ഇറ്റ്സ് തിയറി ആൻഡ് ടെക്നിക് എന്നിവയൊക്കെ. Some of his other famous works include nonsense novels, The Sunshine Sketches of a Little Town, Humor Its Theory and Technique, and Arcadian Adventures with the Ideal Rich. ഇതാണ് Arcadian Adventure with Ideal Rich എന്ന ബുക്കിന്റെ കവർ പേജ്. He was the recipient of several awards and honors. ഒത്തിരി ബഹുമതികളും അതുപോലെ തന്നെ ആദരവുകളും ഒക്കെ നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയെക്കുറിച്ച് പറയാം. The boy I left behind me. എനിക്ക് പിന്നിൽ ഞാൻ അവശേഷിപ്പിച്ചു പോകുന്ന ബാലൻ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ്. പ്രശസ്ത എഴുത്തുകാരനായ സ്റ്റീഫൻ ലീകോക്കിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ദ ബോയ് ഐ ലെഫ്റ്റ് ബിഹൈൻഡ് മീ. ദ ബോയ് ഐ ലെഫ്റ്റ് ബിഹൈൻഡ് മീ ഈസ് എ ഇൻകംപ്ലീറ്റ് ഓട്ടോബയോഗ്രഫി. അപൂർണമായ ഒരു ആത്മകഥയാണത്. സ്റ്റീഫൻ ലീകോക്ക് കാനഡക്കാരനായ ഒരു എഴുത്തുകാരനും രാഷ്ട്രമീമാംസകനും മാനവികവാദിയും ഒക്കെ ആയിരുന്നു. മാനവികവാദി എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസ്റ്റ്, നർമ്മബോധയുള്ള ആളൊക്കെ ആയിരുന്നു അല്ലെ. അദ്ദേഹം തൻ്റെ നർമ്മബോധത്തിന്റെ പേരിലും മനുഷ്യരുടെ ഭോഷത്വങ്ങളെക്കുറിച്ചും പീപ്പിളിന്റെ ഫോളീസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസങ്ങൾ, ഇതിന്റെ പേരിലാണ് അദ്ദേഹം കൂടുതലും പോപ്പുലർലി അറിയപ്പെടുന്നത്. ഹി ഈസ് പോപ്പുലർലി നോൺ ഫോർ ഹിസ് ക്രിറ്റിസിസംസ് അബൌട്ട് പീപ്പിൾസ് ഫോളീസ് ആൻഡ് ഹിസ് ലൈറ്റ് ഹ്യൂമർ. അദ്ദേഹത്തിന്റെ കഥകൾ സാധാരണമായി സ്വന്തം ജീവിതാനുഭവങ്ങളെ പുരസ്കരിച്ചുള്ളവയാണ്. അദ്ദേഹത്തിന്റെ ലൈഫിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്, സറൗണ്ട് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറീസ്. മോസ്റ്റ് ഓഫ് ഹിസ് സ്റ്റോറീസ് അങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. നർമ്മം സ്ഫുരിക്കുന്ന രചനകളുടെ ലീകോക്കിന്റെ ആദ്യ സമാഹാരത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? അത് ലിറ്റററി ലാപ്സസ് എന്നതാണ്. ഇത് ഇറങ്ങിയ ഉടനെ വലിയ വിജയമായി ലിറ്റററി ലാപ്സസ് എന്ന പുസ്തകം. എല്ലാവരും തന്നെ അതിനെ വാഴ്ത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മറ്റ് പ്രസിദ്ധ കൃതികളാണ് ദ സൺഷൈൻ സ്കെച്ചസ് ഓഫ് എ ലിറ്റിൽ ടൗൺ, ഹ്യൂമർ ഇറ്റ്സ് തിയറി ആൻഡ് ടെക്നിക്, അർക്കാഡിയൻ അഡ്വഞ്ചേഴ്സ് വിത്ത് ദ ഐഡിൽ റിച്ച്. ഇതൊക്കെ അനേകം അവാർഡുകളും ബഹുമതികളും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പൂർത്തിയാക്കാത്ത സ്റ്റീഫൻ ലീകോക്കിന്റെ ഒരു ആത്മകഥയാണ് ദ ബോയ് ഐ ലെഫ്റ്റ് ബിഹൈൻഡ് മീ. നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ പാഠത്തിന്റെ എസ്സേ, അതിനൊരു ഇൻട്രൊഡക്ഷൻ എഴുതണമല്ലോ. തീർച്ചയായും ദ എസ്സേ അണ്ടർ സ്റ്റഡി വാസ് written in 1916 and included in the collection Further Foolishness. Further Foolishness എന്ന സമാഹാരത്തിലാണ് നമുക്ക് പഠിക്കാനുള്ള ആർ ദ റിച്ച് ഹാപ്പി എന്ന ഉപന്യാസം ഉൾപ്പെട്ടിരിക്കുന്നത്. The sketches and satires on the follies of the day. It is a philosophical, ഇത് തത്വചിന്താപരമായ ദാർശനികമായൊരു രചനയാണ്. പക്ഷേ ബട്ട് ഹ്യൂമറസ് റിഫ്ലക്ഷൻ ഓൺ ദ ഐഡിയ ഓഫ് ബീയിങ് റിച്ച്. സമ്പന്നനായിരിക്കുമ്പോൾ തന്നെ ആ ആശയത്തിൽ അതിനെ കുറിച്ച് ഒരു ഫലിതരസപ്രധാനമായ ഒരു ആത്മവിചിന്തനമാണ് ഇവിടെ ലീകോക്ക് നടത്തുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
The essay examines the intricacies involved. Intricacies എന്ന് പറഞ്ഞാൽ complexities. The essay examines, ഈ essay പരിശോധിക്കുന്നത്, ഉപന്യാസം പരിശോധിക്കുന്നത് the intricacies involved when one is rich and how the affluent have a hard time staying affluent. സമ്പന്നന് അവൻ സമ്പന്നനായിരിക്കുമ്പോൾ തന്നെ ഒരു കഠിന സമയം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നതാണ് വിഷയം. ലീകോക്സ് യൂസ് ഓഫ് ഐറണി ആൻഡ് സർക്കാസം, വിരോധാഭാസവും ഫലിത പരിഹാസവും ലീകോക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് ഫോർ ആൻ ഇൻട്രസ്റ്റിംഗ് റീഡ്. ഇത് വളരെ രസകരമായ ഒരു വായനയ്ക്ക് കളമൊരുക്കുന്നു. സർക്കാസം എന്നാൽ എന്താണ്? ദ യൂസ് ഓഫ് ഐറണി ടു മോക്ക് ഓർ കൺവേ കണ്ടംപ്റ്റ്. നമുക്ക് ഒരു കാര്യത്തോടുള്ള അതൃപ്തി, വെറുപ്പ് അത് പ്രകടിപ്പിക്കുന്നതിന് ഫലിതത്തെ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് അത് ആക്ഷേപ രൂപേണ അവതരിപ്പിക്കുന്നതിനെയാണ് ഫലിത പരിഹാസം, അതിനെയാണ് സർക്കാസം എന്ന ഇംഗ്ലീഷ് വേർഡ്. വൈൽ പോക്കിംഗ് ഫൺ അറ്റ് ദ റിച്ച്, ഒരു വശത്ത് സമ്പന്നനെ കളിയാക്കുമ്പോൾ ഇറ്റ് ഓൾസോ അലൗസ് ദ റീഡർ ടു കണ്ടംപ്ലേറ്റ് ഓൺ ഹൗ ദ റിച്ച് സീംസ് ടു ബി അൺസാറ്റിസ്ഫൈഡ് ഡെസ്പൈറ്റ് ഹാവിംഗ് എവറിത്തിങ്. എല്ലാം നിറഞ്ഞുണ്ടായിട്ടും എന്തുകൊണ്ട് സമ്പന്നർ അതൃപ്തരായിത്തീരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനും, ഒപ്പം തന്നെ ആൻഡ് ദ പുവർ സീം സാറ്റിസ്ഫൈഡ് ഡെസ്പൈറ്റ് ഹാവിംഗ് വെരി ലിറ്റിൽ, വളരെ കുറച്ചു മാത്രം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ദരിദ്രൻ തൃപ്തനായി കാണപ്പെടുന്നു എന്നതിനെ കുറിച്ചും. വിഷയം എന്താണ്? നമുക്ക് ആത്മവിചിന്തനം ചെയ്യാൻ ലീകോക്ക് തരുന്ന വിഷയം എന്താണ്? നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യേണ്ടത് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ്? എന്തുകൊണ്ട് സമ്പന്നർ എല്ലാം ഉണ്ടായിട്ടും അതൃപ്തരായിരിക്കുന്നു, ഒപ്പം തന്നെ എന്തുകൊണ്ട് ദരിദ്രർ തീരെ കാര്യങ്ങളുടെ കുറവുണ്ടായിട്ടും തൃപ്തരായിരിക്കുന്നു. ഈ ടോപ്പിക്കാണ് നമ്മൾ ആത്മവിചിന്തനം ചെയ്യേണ്ടത്. എന്താണ് പോക്ക് ഫണ്ണറ്റ് എന്ന് പറഞ്ഞാൽ? ടീസ് അല്ലെങ്കിൽ റിഡിക്യൂൾ, അല്ലെ ഇൻ എ മോക്കിംഗ് വേ, കളിയാക്കിക്കൊണ്ട് പരിഹസിക്കുന്ന രീതി. ഫർദർ ഫൂളിഷ്നസ് എന്ന പുസ്തകത്തിന്റെ കവർ പേജാണ് ഈ കാണുന്നത്. ഫർദർ ഫൂളിഷ്നസ്, സ്കെച്ചസ് ആൻഡ് സറ്റയേഴ്സ് ഓൺ ദ ഫോളീസ് ഓഫ് ദ ഡേ, ഒരു ദിവസത്തിന്റെ മണ്ടത്തരങ്ങളെ കുറിച്ചുള്ള ചില സൂചനകളും ആക്ഷേപങ്ങളും എന്ന ആ ഫർദർ ഫൂളിഷ്നസ്, പിന്നെയും മണ്ടത്തരങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം എന്താണെന്നുള്ളത് എന്ന ഇതൊരു സമാഹാരമാണ്. ആ സമാഹാരത്തിൽ 1916 എഴുതിയ ഒരു ഉപന്യാസമാണ്. അപ്പൊ ഇന്നോ ഇന്നലെയോ ഒന്നും ഈ അടുത്ത കാലത്തൊന്നും എഴുതിയ ഉപന്യാസമേ അല്ല. ആർതർ റിച്ച് ഹാപ്പി എന്നുള്ളത് വളരെ പഴക്കമുള്ള, വേൾഡ് വാർ 1 നടക്കുന്ന, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നതിന് മധ്യത്തിലാണ്. ഒന്നാം ലോക മഹായുദ്ധം 1914നും 18നും ഇടയിലാണ് നടക്കുന്നത്. അതിനിടയിൽ 1916ലാണ് സമ്പന്നരെ കളിയാക്കുന്ന ഈ ഉപന്യാസം, ആർതർ റിച്ച് ഹാപ്പി എന്ന ഉപന്യാസം സ്റ്റീഫൻ ലീകോക്ക് എഴുതിയത് എന്ന് മനസ്സിലാക്കണം. സമ്പന്നനാകുന്നതിനെ പറ്റിയുള്ള ദാർശനികം എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കൽ, എന്നാൽ നർമ്മം തുളുമ്പുന്നതുമായ നർമ്മം തുളുമ്പുന്നത് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഹ്യൂമറസുമായിട്ടുള്ള ഒരു എസ്സയാണിത്. ധനവാനായിരിക്കുന്നതിന്റെ കോംപ്ലക്സിറ്റീസ് അഥവാ ഇൻട്രിക്കസീസ് അതിനെക്കുറിച്ച് പറയുന്നു. പണം കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഡിഫിക്കൽട്ടീസിനെ കുറിച്ചൊക്കെ സമ്പന്നന്മാർ ഇവിടെ പറയുന്നു. അതൊക്കെ അദ്ദേഹം ഇവിടെ പരിശോധിക്കുകയാണ്. ഒരു വശത്തെ പരിഹാസവും വൈരുദ്ധ്യാത്മകതയും ഈ രചനയെ രസകരമാക്കുന്നു. ഒരു വശത്ത് സറ്റയർ ആണെങ്കിൽ വേറൊരു വശത്ത് ഐറണിയാണ്. ഉണ്ടോ? സമ്പന്നൻ എല്ലാം ഉണ്ടായിട്ടും അവൻ വിഷമത അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അതൃപ്തനാണ്. എന്നാൽ തീരെ കാര്യങ്ങളുടെ പോരായ്മ ഉണ്ടായിട്ടും ദരിദ്രൻ തൃപ്തനാണ്. ഇതാണ് ഇതിനകത്തുള്ള വൈരുദ്ധ്യാത്മകത, ഇതാണ് ഇതിനകത്തുള്ള ഐറണി. ഈ കാര്യമാണ് ഇതിനെ രസകരമാക്കുന്നത്. ധനികരെ ഒരു വശത്ത് പരിഹസിക്കുന്നതോടൊപ്പം സമ്പന്നർ എപ്പോഴും അസംതൃപ്തരാണ് എന്ന കാര്യത്തെക്കുറിച്ച് വായനക്കാരനെ കൊണ്ട് ചിന്തിപ്പിക്കാനും നമ്മുടെ ഉപന്യാസകാരനായ സ്റ്റീഫൻ ലീകോക്കിന് കഴിയുന്നു, കാനഡക്കാരനായ ഈ അധ്യാപകന് കഴിയുന്നു. ദരിദ്രരാകട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിയായി കഴിയുകയും ചെയ്യുന്നു. ഇനി ലീകോക്ക് begins by saying that he has not met any rich people. താൻ സമ്പന്നരെ തന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ലീകോക്ക് തന്റെ ലേഖനം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സമ്പന്നരില്ലാഞ്ഞിട്ടാണോ? അല്ല, അതൊന്നുമല്ല. സമ്പന്നരൊക്കെ ഉണ്ട്, പക്ഷേ സമ്പന്നർ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല താൻ സമ്പന്നനാണെന്ന്. അങ്ങനെ എങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ നാളെ ആരെങ്കിലും കടം ചോദിച്ചാലോ അല്ലെങ്കിൽ സാധുക്കളെ സഹായിക്കാൻ പറഞ്ഞാലോ? അതുകൊണ്ട് സമ്പന്നൻ വളരെ ബുദ്ധിപൂർവ്വം അവൻ എന്ത് ചെയ്യുന്നു? താൻ സമ്പന്നനല്ലെന്നും തനിക്ക് പണത്തിന് ഷോർട്ടേജ് ആണെന്നും വളരെ വലയുകയാണെന്നും ഒക്കെ, പണമില്ലാഞ്ഞിട്ട് കഷ്ടപ്പെടുകയാണെന്നും ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് അവൻ വർഷങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് കാര്യം. when he thought that he had found them, ലീകോക്ക് പലപ്പോഴും തോന്നാറുണ്ട് താൻ അവരെ സമ്പന്നനെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് വിചാരിച്ച് അടുത്തു ചെല്ലുമ്പോഴേക്കും they turned out not to be rich at all. അവര് സമ്പന്നരേ അല്ല എന്ന് വസ്തുത തിരിച്ചറിയുന്നു. ഇൻഫാക്ട് സത്യത്തില് they seemed to be hard up for money. പണത്തിന് വേണ്ടി അവർ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, ഞെരിപിരി കൊള്ളുകയാണ് എന്നൊക്കെ തോന്നും. ഈവൻ ദോസ് റൈഡിങ് ഇൻ എ ലിമൗസിൻ, അതായത് ഒരു ലിമൗസിൻ കാറിൽ ഒപ്പറയും കണ്ട് മടങ്ങുന്ന വഴിയിൽ നമ്മൾ അവരോട് ചോദിച്ചാലും അവർ പറയും
ഞാൻ പണത്തിന് വേണ്ടി ഞെരുങ്ങുകയാണ്. ഐ ആം പിഞ്ച്ഡ് ഫോർ മണി എന്ന് പറയും. ഈവൻ ദോസ് റൈഡിങ് ഹോം ഇൻ എ ലിമൗസിൻ, ഒരു ആഡംബര കാറാണ് ലിമൗസിൻ എന്ന് പറയുന്നത്, ഫ്രം ആൻ ഓപ്പറ ആർ പിഞ്ച്ഡ് ഫോർ മണി അക്കോർഡിംഗ് ടു ലീകോക്ക്. ലീകോക്കിന്റെ അഭിപ്രായം അതാണ്. ഇനി ലീകോക്കിന് ഒരു സുഹൃത്തുണ്ട് കേട്ടോ. അതായത് ഒരു വർഷം $10,000 അയാൾ ഉണ്ടാക്കുന്നത്. അയാൾ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പണത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്, സമ്പന്നന്മാരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ് എന്നൊക്കെ പറഞ്ഞു. Leacock's friend who makes $10,000 a year told him that he found it quite impossible to keep up with the rich. To keep up with the rich എന്ന് വെച്ചാൽ പണക്കാരോടൊപ്പം പിടിച്ചു നിൽക്കുകയാണ്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അസാധ്യമാണെന്നൊക്കെ പറഞ്ഞു. Many others similarly make the same complaint. വേറെ പലരും ഇതേ പരാതിയാണ് പറയുക. ഇനി വേറെ മനുഷ്യനുണ്ട്, $50,000 ഉണ്ടാക്കുന്ന, ഒരു വർഷത്തിൽ ഉണ്ടാക്കുന്ന വേറൊരാള്. അദ്ദേഹത്തിന്റെ കഥ എന്താണ്? എ മാൻ ദാറ്റ് ലീകോക്ക് റെസ്പെക്ട്സ് വെരി മച്ച്. ലീകോക്ക് ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്, ഓർക്കണേ. അപ്പോൾ ഹി മേക്സ് $50,000 a year, വർഷത്തിൽ ഒരു $50,000 ആണ് അയാൾ ഉണ്ടാക്കുന്നത്. ഫ്രം ഹിസ് ലോ ഫേം, അദ്ദേഹത്തിന് ഒരു നിയമസ്ഥാപനമുണ്ട്, ഒരു അഡ്വക്കേറ്റ് ഫേം. അതിൽ നിന്ന് അദ്ദേഹം വർഷത്തിൽ $50,000 ഉണ്ടാക്കുന്ന അയാളും പറയുകയാണ്, ഹി സേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേറ്റ് ദാറ്റ് ഹി ഈസ് പ്യുവർ. ഞാൻ ദരിദ്രനാണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന്. ഇനി മിസ്റ്റർ ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ തന്നെ ആൻഡ്രൂ കാർണേജി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവരൊക്കെ എന്താണ്, അമേരിക്കയിലെ വൻ വ്യവസായികളാണ്. കാർണേജി സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണ് കൈതൊട്ടിരിക്കുന്നതെങ്കിൽ റോക്ക്ഫെല്ലർ ഓയിൽ ഇൻഡസ്ട്രിയിലാണ്. ഇതാണ് വ്യത്യാസം, പക്ഷെ കോടീശ്വരന്മാരാണ്. Leacock says that if he ever met Mr. Carnegie or Mr. Rockefeller, they would also have the same thing to say. മിസ്റ്റർ റോക്ക്ഫെല്ലറെയോ മിസ്റ്റർ കാർണേജിയെയോ കണ്ടാൽ അവരും പറയും ഇതേ പരാതി എന്ന് പറയാൻ. ബോത്ത് മിസ്റ്റർ കാർണേജി ആൻഡ് മിസ്റ്റർ റോക്ക്ഫെല്ലർ വർ ഇമ്മൻസ്ലി വെൽത്തി ഇൻഡസ്ട്രിയലിസ്റ്റ്, അങ്ങേറ്റം സമ്പന്നരായ വ്യവസായികളാണ്. പക്ഷേ ബട്ട് ദേ ബിൽറ്റ് ദെയർ ഫോർച്യൂൺസ് ഇൻ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്. രണ്ടുപേരും വ്യത്യസ്ത വ്യവസായ മേഖലകളിലാണ് അവരുടെ സൗഭാഗ്യങ്ങൾ അവർ നേടിയെടുത്തിരിക്കുന്നത്. കാർണേജി ഇൻ സ്റ്റീൽ ഇൻഡസ്ട്രി, റോക്ക്ഫെല്ലർ ഇൻ ഓയിൽ ഇൻഡസ്ട്രി. കാർണേജി സ്റ്റീൽ ഇൻഡസ്ട്രിയിലും റോക്ക്ഫെല്ലർ എണ്ണ വ്യവസായത്തിലുമാണ്. ആഫ്റ്റർ സെല്ലിംഗ് കാർണേജി സ്റ്റീൽ അദ്ദേഹം വിറ്റതിന് ശേഷം ഈ സർപാസ്ഡ് ജോൺ ഡി റോക്ക്ഫെല്ലർ, അദ്ദേഹം ജോൺ ഡി റോക്ക്ഫെല്ലറെ മറികടന്നു കിട്ടിയ കോടികൾ കൊണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഉയർന്നു കാർണേജി പിന്നീട് ആസ് ദ റിച്ചസ്റ്റ് അമേരിക്കൻ ഓഫ് ദ ടൈം. ഇനി ലീകോക്ക് ഡസ് അഗ്രി ദർ ആർ റിച്ച് പീപ്പിൾ ഔട്ട് ദർ ആസ് ഹി സീസ് ട്രേസസ് ഓഫ് ദം സംടൈംസ്. ലീകോക്ക് ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, ഈ ലോകത്തില് സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, കാരണം അവരുടെ ലക്ഷണങ്ങളൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ അവിടെ എവിടെയായിട്ട് കാണുന്നുണ്ട് എന്ന് പറയുകയാണ്. അതായത് സമ്പന്നന്മാർ തീരെ ഇല്ല എന്നല്ല, സമ്പന്നന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ലക്ഷണങ്ങളെ ഞാൻ കാണുന്നുള്ളൂ. അടുത്ത് ചെല്ലുമ്പോഴല്ലേ അവർ സമ്പന്നന്മാരല്ലെന്നുള്ള കാര്യം പറഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിൾ ദ ജാനേറ്റർ ആരാണെന്ന് അറിയാം നമുക്ക്, അല്ലേ? ഒരു ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ. ബിൽഡിംഗ്, ആ ഒരു ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ്, അതിൻ്റെയൊക്കെ പബ്ലിക് ഏരിയ, കോമൺ സ്പേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും വൃത്തിയാക്കാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അങ്ങനെ ആ ആള് ജാനിറ്റർ ഇൻ ദ ബിൽഡിംഗ് വേർ ഹി വർക്ക്സ്, ലീകോക്ക് വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിലെ ജാനിറ്റർ ലീകോക്കിനോട് പറഞ്ഞ ഹാസ് ടോൾഡ് ഹിം ദാറ്റ് ദ മാൻ ഹാസ് എ റിച്ച് കസിൻ ഇൻ ഇംഗ്ലണ്ട്. അയാൾക്ക് ഇംഗ്ലണ്ടിൽ ഒരു സമ്പന്നനായ കസിൻ ഉണ്ടെന്ന്. ഹു ഈസ് വിത്ത് ദ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ. അദ്ദേഹം ഇംഗ്ലണ്ടിലെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. ആൻഡ് ഗെറ്റ്സ് 10 pounds എ വീക്ക്. ആഴ്ചയിൽ 10 പൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷേ ഇത്, അതായത് ഒരാൾ നേരിട്ട് ഞാൻ സമ്പന്നനാണ് സമ്മതിച്ചിട്ടില്ലെങ്കിലും വേറെ പല ആൾക്കാരും, അതായത് ലീകോക്ക് ജോലി ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ ജാനേറ്റർ പറഞ്ഞ് അറിയാം അയാൾക്കൊരു ബന്ധുവുണ്ട്, കസിൻ ഉണ്ട് ഇംഗ്ലണ്ടില് ഇങ്ങനെ സമ്പന്നനായിട്ടുള്ളതെന്ന്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് സമ്പന്നനെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് സമ്പന്നനെ കിട്ടാത്തത്. ബട്ട് സച്ച് കേസസ് ഹാവ് ഓൺലി ബീൻ റിപ്പോർട്ടഡ് ടു ഹിം. ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് അറിയുന്ന കേസുകളാണ്. ആൻഡ് ഹി കനോട്ട് വെരിഫൈ ദം ഫോർ ഹിംസെൽഫ്. നേരിട്ട് ഇത് സത്യമാണോ എന്ന് വെരിഫൈ ചെയ്യാൻ ലീകോക്കിന് പറ്റിയിട്ടില്ല. വെൻ ലീകോക്ക് സ്പീക്സ് ഓഫ് റിച്ച് പീപ്പിൾ ആൻഡ് ഡിസ്കസസ് ഇഫ് ദേ ആർ ഹാപ്പി, സമ്പന്നന്മാരെ കുറിച്ച് പറയുകയും അവർ സന്തുഷ്ടരാണോ എന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈസ് ഡ്രോയിങ് കൺക്ലൂഷൻസ് ഫ്രം ദ പീപ്പിൾ ഹി സീസ് ആൻഡ് നോസ്. അദ്ദേഹം കണ്ടിട്ടുള്ളതും അറിയാവുന്നതുമായ ആളുകളിൽ നിന്ന് കൺക്ലൂഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ലീകോക്ക് ബിലീവ്സ് ദാറ്റ് ദ റിച്ച് പീപ്പിൾ ഫേസ് ക്രൂവൽ ട്രയൽസ്. ഈ സമ്പന്നന്മാർ ക്രൂരമായ പരീക്ഷണങ്ങളെയാണ് നേരിടേണ്ടി വരുന്നത്. ക്രൂവൽ ട്രയലുകളെയാണ്. ട്രയൽ എന്താണ്? പരീക്ഷണങ്ങളാണ്. ആൻഡ് ബിറ്റർ ട്രാജഡീസ്, കൈപ്പേറിയ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഓഫ് വിച്ച് ദ പുവർ നോ നത്തിങ്. അതേക്കുറിച്ച് ഈ പാവങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഇതും കളിയാക്കുകയാണ്.
ഹിയർ ലീകോക്ക് ഈസ് ഓഫ് കോഴ്സ് ബീങ് സർക്കാസ്റ്റിക് ആയിട്ട് പറയുക, ഫലിത ആക്ഷേപഹാസ്യ രൂപേണയാണ് സമ്പന്നന്മാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നത്. ദ റിച്ച് സഫർ ഫ്രം മണി ട്രബിൾസ് ഓഫ് വിച്ച് ദ പുവർ നോ നത്തിങ്. സമ്പന്നന്മാര് പണത്തിന്റെ കഷ്ടപ്പാടുകൾ പെട്ടുടരുമ്പോ പാവപ്പെട്ടവർ ഇത് അറിയുന്നേ ഇല്ല. ദ പുവർ ക്യാൻ സിറ്റ് ഹോം ആൻഡ് നോ നത്തിങ് ഓഫ് ദ ട്രബിൾസ് ഓഫ് ദ റിച്ച്.